എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒമാനിലെ മസ്കറ്റിലുള്ള നിസ്വ ഫോർട്ടിനടുത്താണ് അടുത്തായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഫോർട്ടിനടുത്തായിട്ട് നല്ല രുചികരമായ അലുവ കിട്ടുന്ന നിരവധി കടകളുള്ള ഒരു സൂക്കുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ ആദ്യമായി പോയത്. ഇവിടെ നിന്ന് നമുക്ക് ഒമാനി ഹൽവ രുചിച്ച് നോക്കി നല്ലത് തന്നെ നോക്കി വാങ്ങാവുന്നതാണ്. വ്യത്യസ്ത രുചികളിലുള്ള നിരവധി ഹൽവകൾ ഇവിടെ ചെറിയ പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാവ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കുടിക്കാവുന്നതാണ്. നമ്മുടെ ചുക്ക് കാപ്പിയുടെ ഒരു ടേസ്റ്റാണ് എനിക്കിതിന് ഫീൽ ചെയ്തത്. ഹലുവാക്കട കൂടാതെ തൊപ്പികളുടെയും ഡ്രസ്സുകളുടെയും പെർഫ്യൂമുകളുടെയും ഒക്കെ ഷോപ്പുകളും ഈ ഒരു സൂക്കിലുണ്ട്. അത്യാവശ്യത്തിനുള്ള ഒമാനി ഹലുവ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു സൂക്കിൽ നിന്നും പുറത്തേക്ക് നടന്നു. പരമ്പരാഗതമായ രീതിയിൽ ഒമാനി ഹലുവ ഉണ്ടാക്കുന്ന ഒരു പാത്രം ഇവിടെ കാണാം. ഈ ഒരു സൂക്കിനടുത്തായി തന്നെയാണ് നിസ്വ കോട്ടയുള്ളത്. ആ കോട്ടയിലേക്കാണ് ഞങ്ങൾ അടുത്തായി നടക്കുന്നത്. ഈ ഒരു വഴിയിൽ മൺപാത്രങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെയായി നിരവധി വഴിയോര കച്ചവടക്കാരെ കാണുവാനായി സാധിക്കും. ആയിരത്തി 650 കാലഘട്ടത്തിൽ സുൽത്താൻ ബിൻ സൈഫ് അൽ യാരൂബി നിർമ്മിച്ചതാണ് ഈ ഒരു കോട്ട. ഈ ഒരു കോട്ടയുടെ പ്രവേശന കവാടത്തിൽ 2 പഴയ പീരങ്കികൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു പീരങ്കിയെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ഈ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോട്ടയ്ക്കകത്ത് പ്രവേശിക്കണമെങ്കിൽ 5 ഒമാനി റിയാലിൻ്റെ പാസ് എടുക്കണം. ഇത്രയും വലിയ എമൗണ്ടിൻ്റെ ഒരു പാസ് എടുത്തിട്ട് ഇത് മൊത്തം ചുറ്റിക്കറങ്ങി കാണുവാനുള്ള സമയം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കോട്ടയിലെ കാഴ്ചകൾ മതിയാക്കി തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു.